ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങെത്താറായില്ലേ? ഇനി നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനുള്ള ആദ്യ സ്റ്റെപ്പായ ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബദാമും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തത്, അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഡേറ്റ്സ്, കനം കുറഞ്ഞ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരി 1/4 കപ്പ്, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ചെറി, 1/4 കപ്പ് ഡ്രൈ പ്ലം, പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ചെത്തിയെടുത്തിട്ടുണ്ട്. ഓറഞ്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളഭാഗം എടുക്കാതെ പുറംതൊലി മാത്രം ചെത്തിയെടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം. വെള്ളം തിളച്ച് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കട്ടി രൂപത്തിലാവണം. ഷുഗർ സിറപ്പ് പരുവത്തിലായി കിട്ടണം നമുക്ക്. ഷുഗർ സിറപ്പ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവത്തിന് തൊട്ട് മുമ്പുള്ള കൺസിസ്റ്റൻസി വരെ ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കാം. സ്റ്റൗവ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 കപ്പ് ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി 1/4 കപ്പ് കറുത്ത മുന്തിരിയും 1/4 കപ്പ് വെള്ള മുന്തിരിയും കൂടി ചേർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഓറഞ്ച് പീല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഡ്രൈ പ്ലം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ബദാമും ഡ്രൈ റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നട്ട്സും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിക്ക എന്നിവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഈ സ്പൈസസിൻ്റെ ഫ്ലേവർ കൂടെ ആവുമ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. വറ്റിപ്പോയാൽ തീരെ അങ്ങ് കട്ടിയായി പോകും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഇത് ഒരാഴ്ച വരെ ഇതേപോലെ സൂക്ഷിച്ചതിന് ശേഷം കേക്ക് തയ്യാറാക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് കേക്ക് തയ്യാറാക്കുമ്പോഴായിരിക്കും കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിതിനി ഒരാഴ്ച കഴിഞ്ഞ് തുറന്നെടുക്കാം. പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.